ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ നെയിം സ്ലിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു തീപ്പെട്ടിക്കൊള്ളി കമ്പനി ഉണ്ട്. അവിടെ മരം മുറിക്കുന്ന, വുഡ് കട്ട് ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ടും ഇത്രേ പറ്റുന്നുള്ളൂ. ഇതിനപ്പുറം അവോയ്ഡ് ചെയ്യാനൊരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ക്യാൻവയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്രാഫ്റ്റേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ക്യാൻവ. അപ്പോൾ അതിൽ നമുക്ക് താഴെയുള്ള ഒരു പ്ലസ് ബട്ടണിൽ ആഡിൽ ഞെക്കിയിട്ട് A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇതേ ഒരു ലിസ്റ്റ് വരും. അതിൽ കുറച്ച് ടെംപ്ലേറ്റ്സും പിന്നെ ഒരു ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഒക്കെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക്, ക്രിയേറ്റ് ന്യൂ അല്ല, ക്രിയേറ്റ് ബ്ലാങ്ക്, അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ബ്ലാങ്ക് പേപ്പറാണ് വേണ്ടത്. അതിൽ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലാങ്ക് പേപ്പർ ഓപ്പൺ ആവുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു പേജും ഓപ്പൺ ആയിട്ട് വരും. ഡിസൈന് അല്ലെങ്കിൽ താഴെ എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, അങ്ങനെ ഒരു ഓപ്ഷൻസോട് കൂടിയിട്ട് അതിൽ നമുക്ക് എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. അത് ഇനി ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാവും ഈ ഓപ്ഷൻസൊക്കെ, ഡിസൈൻ, എലമെൻറ്റ്സ്, അതൊക്കെ ഉണ്ടാവും. അതിൽ എലമെൻറ്റ്സിൽ ടച്ച് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് വേണ്ടത് എന്താണോ, എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണോ നമുക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ആ ഒരു നെയിം സ്ലിപ്പിൽ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി സ്കൈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്നോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലും അത് കിട്ടും. എന്ത് സെർച്ച് ചെയ്താലും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ അത്രയും ഓപ്ഷൻസാണ് അതിലുണ്ടാവുക. അപ്പോൾ ഞാൻ ആ ഒരു നെയിം സ്ലിപ്പിൽ യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് കാണാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ യൂസ്ഡ് സ്റ്റിക്കേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്കൈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ എലമെൻസിൽ തന്നെ ഷേപ്സാണ് എടുത്തിട്ടുള്ളത്. ഷേപ്സിൽ ആ ഒരു സ്ക്വയർ പോലത്തെ ഇങ്ങനെ സൈഡ് കേർവ് ആയിട്ടുള്ള സ്ക്വയർ പോലെയാണ് ഇത് ഉണ്ടാവുക. നമുക്ക് വലിച്ച് നീട്ടിയിട്ട് അത് റെക്റ്റാങ്കിളൊക്കെ ആക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അതിലിതേ നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷന്, സബ്ജക്റ്റ്, സ്കൂൾ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ വിട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നെയിമിനും സ്കൂളിനും ഞാൻ 2 ലൈന് കൊടുക്കാറുണ്ട്. അത് നമുക്ക് കുറച്ച് വലിയ സൈസുള്ള നെയിമോ സ്കൂളിൻ്റെ നെയിമൊക്കെ കുറച്ച് വലിയ സൈസാണെങ്കിൽ എഴുതാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് അത് ടേൺ ചെയ്ത് നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നോർമലി ഒരു നെയിം സ്ലിപ്പിന് 30 ആണ് ഫോണ്ട് സൈസ് കൊടുക്കൽ. 30ൽ കുറഞ്ഞ ഫോണ്ട് സൈസിൽ ഞാൻ ഇതുവരെ ഒരു നെയിം സ്ലിപ്പും ചെയ്തിട്ടില്ല. 30, 32 ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതതിന് അത്യാവശ്യം സൈസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിം ആഡ് ചെയ്യണം. ഫ്രെയിമിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു പെർട്ടിക്കുലർ നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിം തന്നെയാണ് ഞാൻ ഇതിലും യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ് കമൻറ്റ് വന്നത്. ഈ ഒരു നെയിം സ്ലിപ്പ് ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സെയിം നെയിം സ്ലിപ്പിൻ്റെ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ സെയിം ഒരു ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിന് ആ ഒരു സൈസിലേക്ക് നമുക്ക് നീളം കൂട്ടിയിട്ടും വീതി കൂട്ടിയിട്ടും ഒക്കെ ആ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഞാൻ കറക്റ്റ് പൊസിഷനിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു റീപ്ലേസിൽ നമുക്ക് വേണ്ട ഫോട്ടോ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് ഞാൻ നെയിം സ്ലിപ്പിനെ കുറിച്ചിട്ട് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഏകദേശം ഒരു 10 to 20 ഡേയ്സ് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ പാർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത്ര ഡീറ്റെയിൽഡായിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രെയിമിൽ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കണ്ടോ, നമ്മുടെ ആ കുട്ടിയുടെ തല കാണുന്നില്ല. അപ്പോൾ അതിന് താഴെ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഒക്കെ എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ഫ്രെയിമിന് സ്യൂട്ടാവുന്നത് ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ സ്റ്റിക്കർ ആഡ് ചെയ്യണം. അതിന് വീണ്ടും ഞാൻ എലമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. എലമെൻറ്റ്സിൽ ടെഡി ബെയർ എന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് കൺഫ്യൂസിങ് ആയിപ്പോവും. ടെഡി ബെയറിൽ ഗ്രാഫിക്സിലാണ് കേട്ടോ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ടെഡി ബെയറിൻ്റെ സ്റ്റിക്കർ രൂപത്തിൽ നമുക്ക് കിട്ടാം. ആ ഒരു ഗ്രാഫിക്സ് എന്നുള്ള ഓപ്ഷന് നിൽക്കിയാൽ അതിൽ ഓൾ കൊടുത്താൽ ഇഷ്ടം പോലെ ടെഡി ബെയർസ് വരും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത സ്റ്റിക്കർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല. കാരണം ഞാൻ ആ ഒരു യൂസ് ചെയ്ത ടെഡി ബെയറിനെ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ പിന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ ആ ഒരു സ്റ്റിക്കർ ചൂസ് ചെയ്യുന്നത്
റീസെൻ്റ്ലി യൂസ്ഡ് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുന്നൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ വരും. അതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെർച്ച് ഇതിൽ നടത്തിയത്. കാരണം ഞാൻ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സ് പിന്നെ ഇങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതേ അങ്ങനെ ഞാൻ ആ ഒരു ടെഡി ബെയർ എന്നുള്ളതിൽ നിന്നാണ് ആ ഒരു ടെഡി ബെയറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഇതേപോലെ നമുക്ക് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സസും ഒക്കെ വരും. അപ്പം അതിൽ നിന്നാണ് ഞാൻ ആ ഒരു ടെഡി ബെയറിൻ്റെ കൂടെ ആ ഒരു നെയിം സ്ലിപ്പിൽ കുറച്ച് ഗിഫ്റ്റ് ബോക്സസും വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് അത് കാണിച്ചു തന്നു. പക്ഷേ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കണ്ടോ റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെഡി ബെയർസിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മുന്നേ നെയിം സ്ലിപ്പിനായിട്ടും പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഇതിലുണ്ട്. അപ്പോൾ ഇതിലിതേ മേലെ കാരണം ഈ ഒരു ടെഡി ബെയറാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ടെഡി ബെയറിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനെ ടേൺ ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുകയാണ്. അതും നമുക്ക് ടെഡി ബെയറിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. താഴെ കണ്ട ഒരു ടെഡി ബെയറിൻ്റെ ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഒരു കണ്ണിൻ്റെ ഒക്കെ കളർ മാറ്റണമെങ്കിലും ഇനി ആ ഒരു ബ്രൗൺ കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെ മൊത്തത്തിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇതേ നമുക്ക് ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ സ്റ്റിക്കറും കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ടെഡി ബെയറിനെ വെച്ച് പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കുമ്പോൾ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെഡി ബെയറിൻ്റെ കാലിൻ്റെ മേലെയായിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത്. അത് നമുക്ക് ബാക്കിലേക്കാകുന്ന പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെഡി ബെയറിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ ആ ടെഡി ബെയർ മേലേക്കായിട്ട് വരും. അപ്പോൾ ടെഡി ബെയറിൻ്റെ ബാക്കിലായിട്ട് ആ ഗിഫ്റ്റ് ബോക്സസ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ആ ഒരു നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.